ആലോചനയിലാണല്ലോ. ഒരു ചായ കുടിക്കായിരുന്നാണോ ഭയങ്കര ആലോചന? ഒന്ന് ആസ്വദിച്ചു കുടിച്ചു പോയതാണേ. അതെ അതെ, ഞാൻ വിശ്വസിച്ചു. ഓടി. എറണാകുളത്താണോ മനസ്സ്, അതോ ഇവിടെയാണോ? അതൊരു കൊനഷ്ട് ചോദ്യമാണല്ലോ. എന്റെ ഉത്തരത്തിന് പ്രസക്തി ഉണ്ടോ? ഏയ്, എവിടെ. എന്നാണേലും എറണാകുളത്താണെന്നേ ഞാൻ പറയൂ. മനുവേട്ടൻ വേറെ എന്ത് പറഞ്ഞാലും ഇത് പറഞ്ഞാലേ എനിക്കൊരു സുഖമുള്ളൂ. അതാ ഞാൻ പറഞ്ഞേ, കൊനഷ്ടായിരിക്കും. നല്ല വിഷമമുണ്ടല്ലേ എറണാകുളം പോവാൻ പറ്റാത്തതിന്? എന്തു വിഷമം അല്ലേ? അല്ലെങ്കിലും ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? അലീനയ്ക്ക് അല്ലെങ്കിലും ഇനി അവരോട് അങ്ങനെ ഒരു യാത്ര പോകാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ഇല്ലാത്ത തന്നെയാണ് നല്ലത്. നീ അതിൽ എത്ര കൊനഷ്ട കൂത്താൻ നോക്കിയാലും അതങ്ങനെയാണ് വേണ്ടത്. അലീനയോ? ഏതലീന? ഞാൻ ഉദ്ദേശിച്ചത് മനുവേട്ടന് വർക്ക് ഫ്രം ഹോം കിട്ടി എറണാകുളം പോവാൻ പറ്റാത്തതിന്റെ വിഷമാണെന്നാ. അയ്യാ, ആയിരുന്നോ? എനിക്ക് മനസ്സിലായില്ല. ആ, നീ ചിരിക്കേ. ഒരു ദിവസം എനിക്കും കിട്ടും, നീ നോക്കും. അച്ഛൻ അവിടെ പോയി മനുവേട്ട? ഹരിയുടെ കാര്യത്തിന് വക്കീലിനെ കാണാൻ പോയേക്കോ? ഹരിയേട്ടന് ഇത്തവണയെങ്കിലും ജാമ്യം കിട്ടുമോ? അറിയില്ല. മനുവേട്ടനും കൂടെ പോവാൻ മേലായിരുന്നോ അച്ഛനൊരു ഹെൽപ്പിന്? ഇതിപ്പോ കൊറേ തവണത്തെ പോക്കായി. ഇപ്പൊ അച്ഛൻ ഒറ്റയ്ക്ക് പോകുന്നതാണ് ശീലം. ജാമ്യം കിട്ടിയാ മതിയായിരുന്നു അല്ലേ മനുവേട്ട? മനുവേട്ടന് എന്നതാ ആഗ്രഹം? ജാമ്യം കിട്ടണമെന്നാണോ വേണ്ടെന്നാണോ? അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടണം രഞ്ജു. എങ്കിലും അവൻ എന്താണ് ചെയ്തതെന്നും അതിന്റെ വ്യാപ്തിയും ആഴം എന്താണെന്ന് അവന് മനസ്സിലാവും. അതുകൊണ്ട് അവൻ അവനെ തന്നെ തിരുത്താൻ കിട്ടിയൊരു സമയമാണിത്. അവനൊരു മാറ്റം ഉണ്ടായെങ്കിൽ അത് കണ്ട് വിധി തീരുമാനിക്കുന്ന ഒരു ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ഉണ്ടല്ലോ ഇവിടെ. അവര് തീരുമാനിക്കട്ടെ. നമ്മുടെ അമ്മയെ കറക്റ്റ് സമയത്ത് 4 പെട വെച്ചു കൊടുത്തായിരുന്നെങ്കിലേ ഇതിവിടെ വരെ എത്തത്തില്ലായിരുന്നു. ഞാൻ എന്റെ പണിക്ക് പോട്ടെ കേട്ടോ.